നിന്ന് കിട്ടിയേക്കുന്ന ചോന്ന കോരയാണ്. അപ്പം നമുക്കിതൊന്ന് തേങ്ങ അരച്ച് കറി വെക്കാം. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല മുളകിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ മുളക് അല്പം കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കഷ്ണമായിട്ട് ഞാൻ തക്കാളി മാത്രമാണ് തരുന്നത്. ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് അത് ഞാൻ ഇതിലേക്ക് തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചിടാറാണ് ചെയ്യാറുള്ളത് കേട്ടോ. അത് തക്കാളി, പിന്നെ ഞാൻ കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പൊതരാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഉപയോഗിക്കാറുണ്ട് കറി വെക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്യാസ് അടുപ്പിലല്ല കറി വെക്കാറ്, വിറകടുപ്പിലാണ്. അപ്പോൾ വിറകടുപ്പിലാകുമ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി കഷ്ണങ്ങളൊക്കെ, തക്കാളി അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് കുറുകി കിട്ടും. ഗ്യാസ് അടുപ്പിലാകുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കുറുകി കിട്ടാൻ പ്രയാസമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇതേ കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയും കലക്കി പരട്ടാം. ഇനി ഈ തേങ്ങയൊന്ന് തിളയ്ക്കുന്ന വരെ കാത്തു നിന്നാൽ മതി. അധികം വേവില്ലാത്ത മീനാണേ. അപ്പോൾ അതേ കറി നന്നായിട്ട് പതച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തിളച്ചോട്ടെ. അധികം വേകണ്ട. തേങ്ങ കലക്കി പരുമ്പോൾ തേങ്ങയൊന്ന് നന്നായിട്ട് പതയ്ക്കുമ്പോൾ മീനും അത് കിടന്ന് വേകും. അത്ര വേവുള്ള മീനാണ്. പിന്നെ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. ഇതിപ്പോൾ ഒന്നും പാടെ നന്നായി തിളച്ചോട്ടെ. കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ തേങ്ങയും മീനൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇറക്കി വെക്കുന്നതിന് മുന്നേ ഞാനൊരു 2 കരിവേപ്പിലിടും. പിന്നെ ഇത് ചെറിയുള്ളി ഇട്ടിട്ടാണ് കേട്ടോ. ഇത് വറവിട്ട കടുക് ഇടുന്നതിനെക്കാട്ടും ചെറിയുള്ളി ഇട്ട് വറവിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ വറവിടുന്നില്ല. ഇവിടെ ആർക്കും വറവിടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് വേഗം ഇറക്കി വെക്കട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വലിയൊരു ചട്ടിയിലാണ് നമ്മൾ വേവിച്ച് ചെറിയൊരു ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കരിയുള്ള പാത്രമായതിനെ കൊണ്ടാണ് ഞാൻ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ അതാ നല്ല അടിപൊളി കോരക്കറി ആയിട്ടുണ്ട്, വെളുത്ത കോര. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.